അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടി ചേരുകയാണ്. ഹസ്കർ, ഇപ്പോൾ ഏതിനായിരുന്നു പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ആശാ വർക്കർമാർ സമരം നടത്തുന്ന സമയമാണ്. ഈ സമയത്ത് തന്നെ അവരുടെ വേതനത്തിൽ ഒരു വർധനവും വരുത്താതെ തന്നെ, ഓണറേറിയത്തിൽ ഒരു വർധനവും വരുത്താതെ തന്നെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ഇത്ര അടിയന്തരമായിട്ട് കൂട്ടി നൽകേണ്ട എന്ത് സാഹചര്യമായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്? ഈ ചെയർമാനും അംഗങ്ങളും ഒക്കെ ഓരോരോ പാർട്ടികളുടെ നോമിനികളാണ്, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇഷ്ടക്കാർക്ക് നൽകേണ്ടിയും വരുന്നു എന്നതിൽ കവിഞ്ഞ് എന്താണ് ഇവിടെയുള്ളത്? ആരും ചോദ്യം ചെയ്യാൻ പോകില്ലായിരുന്നു ഇവിടെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കൂട്ടിക്കൊടുത്തില്ലായിരുന്നുവെങ്കിൽ. പക്ഷേ സർക്കാർ അതിന് മുൻഗണന കൊടുത്തു. PSC ചെയർമാന്റെ പുതിയ ശമ്പളം എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളം 2,24,100, DA 1,18,773, HRA 35,000, അലവൻസ് 10,000, ആകെ 387,873 എന്നുള്ളതാണ്. ഇതിനു പുറമെ അൺലിമിറ്റഡ് മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. ഒരു കാര്യത്തിനും ചികിത്സാ ചെലവുകളെല്ലാം സർക്കാരാണ് നോക്കുന്നത്. മുൻ ശമ്പളത്തിൽ നിന്നുള്ള വ്യത്യാസം 1,08,359. അംഗങ്ങളുടെ മുൻ ശമ്പളത്തിൽ നിന്നുള്ള വ്യത്യാസം 1,22,004 രൂപയുടെ വ്യത്യാസവും. ഈ സർക്കാരിന് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇതിനൊരു തടസ്സമായിട്ട് തോന്നിയില്ലേ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? IA എന്ന് ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മഞ്ജുഷ്, ഇതിലെ ആശാവർക്കർമാരുടെ വിഷയവും ഇപ്പൊ PSC അംഗങ്ങൾക്ക് ശമ്പള വർധനവ് നടത്തിയതും രണ്ടും രണ്ടായി കാണണം എന്നുള്ള അഭിപ്രായമാണ്. ഒരു രക്ഷയില്ല ഹസ്കർ, അങ്ങനെ ന്യായീകരിക്കാൻ തുടങ്ങിയാൽ ആദ്യം തന്നെ ഞാൻ അതിനെ എതിർക്കും. എന്തുകൊണ്ട്, എങ്ങനെ രണ്ടും രണ്ടായി കാണണം? ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്താകമാനം നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ആശാവർക്കർ. സ്വാഭാവികമായും ആശാവർക്കർമാർക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടിയിരിക്കുന്ന പണം നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. മാത്രമല്ല, രാജ്യത്തെ ആശാവർക്കർമാരിൽ 28 സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം സംസ്ഥാനത്തിന്റെ പോക്കറ്റിൽ നിന്നും 7,000 രൂപ കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. പേരിലേ ഉള്ളൂ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. 7,000 രൂപ എന്ന് വെറുതെ ബോർഡിൽ എഴുതി വെച്ചാൽ പോരാ. 7,000 രൂപ കിട്ടുന്ന എത്ര ആശാ വർക്കർമാരുണ്ട്? ഇപ്പോഴല്ലേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ആളുകൾ ഓർത്തിരുന്നത് ഓരോ പ്രസംഗത്തിലും മന്ത്രിമാരും പറയും, ബജറ്റിൽ ധനമന്ത്രിയും പറയും 7,000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നു കേരളം. ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് അതിന് പറയുന്ന പേര് ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന്. അത്രയൊന്നും കിട്ടുന്നില്ല. അതിന് കുറെ ഉപാധികളും ഉണ്ടായിരുന്നു. ആ ഉപാധികൾ മാറ്റാമെന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളമാണ്, 13,500 രൂപ കൊടുക്കുന്നുവെന്ന്. എവിടെ 13,500? 7,000 രൂപയാണ് സംസ്ഥാനത്തിന്റെ ഓണറേറിയം. ബാക്കിയുള്ളത് കേന്ദ്രവും കേരളവും തുല്യമായിട്ട് വീതിക്കുന്ന 60:40 എന്ന രീതിയിലുള്ള ഇൻസെന്റീവാണ്. അതിന്റെ കാര്യമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം തന്നിട്ടില്ല എന്ന്. എന്നാൽ 7,000 ഓണറേറിയം കേരളത്തിന് കൊടുക്കാമായിരുന്നുവല്ലോ, കൊടുത്തില്ലല്ലോ. അതിന്റെ കണക്ക് കേന്ദ്രത്തിന് കൊടുത്തു കഴിഞ്ഞാലേ അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. ബാക്കി കേന്ദ്രവും കുറ്റക്കാരാണ്. കേന്ദ്രം അതിന്റെ ആ ഇൻസെന്റീവിന്റെ കൃത്യമായിട്ട് കേരളത്തിന് നൽകുന്നില്ല എന്ന കാര്യം ശരിയാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന 13,500 കണക്കും 7,000 കണക്കും ഒക്കെ വെറുതെയാണെന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി. പക്ഷേ PSC ചെയർമാന്റെയും അതുപോലെ തന്നെ അംഗങ്ങളുടെയും ശമ്പളം അത് കൃത്യമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ എന്ത് അടിയന്തര സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കൂട്ടുന്നതിന് വേണ്ടി? മഞ്ജുഷ, ആശാവർക്കർമാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ബ്രിഗേഡാണ്, ആരോഗ്യ ബ്രിഗേഡായി കണക്കാക്കപ്പെടുന്നവരാണ്. കേരളത്തിന്റെ കോവിഡ് കാലത്തും കേരളത്തിന്റെ പ്രളയകാലത്തും കേരളത്തെ ആകമാനം താങ്ങിപ്പിടിച്ചും കേരളത്തിന്റെ കണക്കെടുപ്പുകളെ സംബന്ധിച്ച് ഏറ്റവും നിസ്തൂലമായ സേവനം നൽകിയിട്ടുള്ളത് ആശാവർക്കർമാരാണ്, സംശയം വേണ്ട. അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ, അവരുടെ മഹനീയമായിട്ടുള്ള സാന്നിധ്യത്തെ ഒരു തരത്തിലും നിരാകരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കുത്തിത്തിരിപ്പ് സമരം മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. 7,000 രൂപ ഓണറേറിയം കൊടുക്കുന്നു, മാത്രമല്ല 3,000 രൂപ ഇൻസെന്റീവ് കൊടുക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലകൾക്കനുസരിച്ച്, അവരെ ഏൽപ്പിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് 13,600 രൂപ വരെ പ്രതിമാസം ലഭിക്കുന്ന ആശാവർക്കർമാരുണ്ട്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കൊടുക്കാതിരുന്നിട്ടുണ്ടാവാം. അതൊരു പരിമിതിയായി മാത്രം കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രതിവർഷം നൽകേണ്ട 120 കോടി രൂപയുടെ സംസ്ഥാനത്തിന് നൽകേണ്ട, ആശാവർക്കർമാർക്ക് നൽകേണ്ട, എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറയുന്ന ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാകണം അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് താങ്കൾ വരുന്നുമില്ല. ഈ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കൂട്ടിയ കാര്യത്തിലേക്ക് വരുന്നതുമില്ല. കാരണം അത് തൊടാൻ മടിയാണ്. അയ്യോ, സംശയം തോന്നുന്നു, എന്തിനാണ് ഈ കുറെ ഉപദേശകരുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക്, അവർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നുവല്ലോ ഇതല്ല സംസ്ഥാനത്തിന്റെ പ്രയോറിറ്റി എന്ന്. ഇപ്പോൾ CPI പറയുന്നുണ്ട്, AIYF എന്നൊരു റിലീസുമായിട്ട് വന്നിട്ടുണ്ട്, ശരിയായില്ല PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം ഈ സമയത്ത് കൂട്ടിയത് എന്ന്. CPIയുടെ നോമിനികളും PSC അംഗങ്ങളായിട്ടുണ്ട്.
മഞ്ജുഷ്, PSC അംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ പദവിയാണ്. സ്വാഭാവികമായും രാജ്യത്താകമാനമുള്ള ഭരണഘടനാ പദവിക്ക് അനുസൃതമായി ആ ഭരണഘടന സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരുടെ തത്തുല്യ പദവിയിലിരിക്കുന്ന അംഗങ്ങളാണ് PSC അംഗങ്ങൾ. സ്വാഭാവികമായും അവർക്ക് അനുസൃതമായിട്ട് ശമ്പളം പരിഷ്കരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മറ്റിതര സംസ്ഥാനങ്ങളിൽ ശമ്പളം ഏകീകരിച്ചതിന്റെ ഭാഗമായി കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പളം മറ്റു സംസ്ഥാനങ്ങളുമായി ഏകീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ സംസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഇല്ലില്ല, അത് മാറ്റി വെച്ചുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർ ആവശ്യപ്പെട്ടു എന്നേ ഉള്ളൂ. ഞങ്ങളുടെ ശമ്പളം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ കൊടുത്തു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ PSC അംഗങ്ങളുടെ നമ്പർ എടുക്കൂ. ഇവിടെ 21 PSC അംഗങ്ങളാണുള്ളത്, ചെയർമാൻ ഉൾപ്പെടെ. ഇപ്പോൾ 20, കാരണം ഒരാളെ നിയമിച്ചിട്ടില്ല. അത് ഏത് സമയത്ത് വേണമെങ്കിലും നിയമിക്കാം. മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ, അവിടെ വ്യത്യാസമാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് PSC അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാത്തത്? അത് ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരമില്ലാത്തത്? അപ്പോൾ ഓരോ ഘടകകക്ഷികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് PSC അംഗങ്ങളുടെയും എണ്ണം കൂടി വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട്ടിലാണ് അത് കഴിഞ്ഞുള്ളത് 14, 13 കർണാടകത്തിലുള്ളത്. ബാക്കി എല്ലായിടങ്ങളിലും 7, 6, 5, 4 ഒക്കെയാണ് PSC അംഗങ്ങളുടെ എണ്ണം. ഈ പറയുന്ന UPSCയിൽ പോലും 9 അംഗങ്ങളേ ഉള്ളൂ. 9+1 10 അംഗങ്ങളേ ഉള്ളൂ. 2016 ശേഷമല്ല PSC അംഗങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുള്ളത്. കുറയ്ക്കാമായിരുന്നുവല്ലോ. കുറയ്ക്കാൻ ഒരു കുഴപ്പവുമില്ല. കൂട്ടിയ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഒരു നടപടിക്രമത്തിലും ഒരു കുഴപ്പവുമില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും PSC അംഗങ്ങളുടെ എണ്ണം കൂട്ടിയ ചരിത്രമില്ല. കുറയ്ക്കാമായിരുന്നുവല്ലോ. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ കുറയ്ക്കാമായിരുന്നുവല്ലോ. അല്ല, നിലവിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരണം നടത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത് 6 വർഷത്തേക്കാണ് PSC അംഗങ്ങളുടെ നിയമനം നടക്കാറുള്ളത്. സ്വാഭാവികമായും ഇടതുപക്ഷ ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തിയാൽ ആ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലാണ് എപ്പോഴും PSC അംഗങ്ങളെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള ഒരു പിശക് കൂടിയാണ്. അത് സംസ്ഥാന സർക്കാരിന് നിയമം മൂലം മറികടക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഘടകകക്ഷികൾക്ക് ഓരോരുത്തർക്കും വീതിച്ച് നൽകേണ്ടതുണ്ട്. കൊടുത്തോളൂ, നിങ്ങളുടെ ഘടകകക്ഷികൾക്കോ ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ. കാരണം PSC അംഗങ്ങളായി നിയമിക്കുന്നതിന് പ്രത്യേക യോഗ്യതയൊന്നും ഭരണഘടന പോലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നിയമിക്കാം. അത് ഓരോ പാർട്ടിയുടെയും നോമിനികളാണ് ഇവിടെ PSC അംഗങ്ങളായിട്ട് വരുന്നത്. അല്ലാതെ പ്രത്യേക അധിക യോഗ്യതയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല. അത് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. അവർക്കാണ് നിങ്ങൾക്ക് തോന്നുന്നത് പോലെയുള്ള ശമ്പള വർധന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ സമയത്ത് എന്നുള്ളതാണ്. ധനപ്രതിസന്ധിയുടെ ഏറ്റവും ദുഷ്കരമായ കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണല്ലോ. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ് കുറച്ച് ഭേദമായിട്ടുണ്ട് എന്ന് മാത്രം. എങ്കിലും കുടിശ്ശികളൊന്നും കൊടുത്തു തീർത്തിട്ടില്ല. ആ സമയത്താണ് ഇങ്ങനെയൊരു ശമ്പള വർധന ഉണ്ടായിരിക്കുന്നത്. അതാണ് അനൗചിത്യം എന്ന് പറയുന്നത്. ശ്രീമതി മേരി ജോർജ്.